ഹലോ ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ഇന്നത്തേത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രം ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാൻ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം. ഇനി അത് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ അത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ നിന്ന് മൈദ ആയതുകൊണ്ട് കയ്യിൽ പെട്ടെന്ന് ഒട്ടി പിടിക്കും. കയ്യിൽ നിന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഫുള്ള് കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട് ആദ്യം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് അതൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം. അത് ഉടച്ചെടുക്കാവുന്ന രീതിക്ക് നല്ല പരുവത്തിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ ആ ഒരു ടൈമിൽ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുക്കായി വന്നോട്ടെ. ഇത് നമുക്ക് മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ 2-3 ചെറിയ കഷ്ണം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ എല്ലില്ലാത്ത കഷ്ണമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അതും കൂടെ നമ്മൾ മാറ്റി വെച്ചു. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയുള്ള ഒനിയനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി ഫ്രൈ ആയിട്ടൊന്നും എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ 3 വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം അത് എണ്ണയ്ക്കിടുന്ന് ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി മൈദയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഓൾറെഡി ചേർത്തായിരുന്നു. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തു. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം മുളക് ചേർക്കാനായിട്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം മസാലപ്പൊടി ചേർക്കാം. ഞാൻ ഇവിടെ ഗരം മസാലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇനി ആ പൊടി ഒന്ന് ജസ്റ്റ് ചൂടായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി ഒന്ന് മൂപ്പിച്ചൊന്നും എടുക്കണ്ട. ആ പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടാവുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ടൈമൊന്നും വേണ്ടി വരില്ല അതൊന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഫുള്ളൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ആ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ കൂടി നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഫുള്ള് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മൈദ നമ്മൾ കുഴച്ച് വെച്ചേക്കുന്നത് അതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നോട്ടെ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫില്ലിങ്സ് ചൂടാറാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ മാറ്റി എടുത്തേക്കുന്ന മൈദ ചെറിയ ബോൾസ് ആക്കണം. നമ്മളൊരു ചപ്പാത്തിക്കല്ല് എടുത്തിട്ടുണ്ട്.
ഒത്തിരി വലിയ ബോളാക്കണ്ട. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ സാധാരണ പോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഈ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ പ്രത്യേകത നമ്മൾ പൊടിയൊന്നും കുഴച്ച് ഒത്തിരി ടൈമിലേക്ക് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഒരു ഇൻസ്റ്റൻറ്റ് ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് ഫുള്ള് ഇങ്ങനെ പരത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ചിക്കൻ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുള്ള് ഞാൻ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് പരത്തിയേക്കുന്നത്. ഞാൻ ഒത്തിരി കട്ടിയായിട്ട് ഞാൻ പരത്തിയിട്ടുമില്ല. കട്ടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കാവുന്നതാണ്. കട്ടി കൂട്ടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തീരെ കട്ടി കുറച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു രസം. അപ്പോൾ അങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. മറ്റേ സൈഡ് കൊണ്ട് മറിച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ മൈദ വെച്ച് ഒട്ടിക്കൊന്നും വേണ്ട. ഓൾറെഡി നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വേണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ള് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഫുള്ള് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ ആവശ്യമുള്ള ഓയിലും കൂടെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതാവും. ഒത്തിരി ടൈമൊന്നും വേണ്ട. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഉടനെ തന്നെ ഇത് കുക്ക്. കാര്യം ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിന് ഒത്തിരി വേവൊന്നും വരത്തില്ല. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടാം. 2-3 സെക്കൻഡിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ആവും. അപ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിക്കൻ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഞാനിവിടെ മറിച്ചിട്ടിട്ടുണ്ട് ഒരെണ്ണം. അങ്ങനെ നമ്മൾക്ക് ഫുള്ള് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ ആയാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു 3 ചെറിയ കഷ്ണം ചിക്കൻ്റെ പീസാണ് എടുത്തിട്ടുള്ളൂ. നമ്മൾ കറി വയ്ക്കാനൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് 2-3 എല്ലില്ലാത്ത രീതിയിലുള്ള കഷ്ണം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത് കുക്കായി വരാനായിട്ട് ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മറ്റേ സൈഡ് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒത്തിരി ടൈമൊന്നും എടുക്കത്തില്ല. ഒത്തിരി ടൈം നമ്മൾ അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ക്രിസ്പിനെസ് ഉള്ള രീതിക്കായിരിക്കും ഇത് ആയി കിട്ടുന്നത്. എങ്കിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അകത്ത് ഫില്ലിങ്സൊക്കെ കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. എങ്കിൽ മാത്രം നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫുള്ള് നമുക്ക് ഈ ഒരു രീതിക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലോണം ആയി വന്നിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഓയിലൊക്കെ വേഗം ഒന്ന് വലിഞ്ഞു പൊക്കോളും. അപ്പോൾ എണ്ണയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച് അതിൻ്റെ എണ്ണയൊക്കെ മാക്സിമം ഇല്ലാത്ത രീതിക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഫുള്ള് നമുക്ക് ആ ഒരു രീതിക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നല്ലോണം തിളച്ച എണ്ണയിലേക്ക് ഇടുവാണെങ്കിൽ ഇതുപോലെ നല്ലോണം പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു സൈഡ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മറിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. ഇങ്ങനെ പൊങ്ങി വരുന്ന കാരണം നമ്മൾ ഓൾറെഡി നല്ലോണം സോഫ്റ്റായിട്ടാണ് മൈദ പരത്തിയെടുത്തേക്കുന്നത്. കട്ടി ഒട്ടും ഇല്ലാത്ത രീതിക്കാണ്. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും അതിൻ്റെ ഔട്ടർ പോർഷന്. അതുകൂടാണ്ട് അത് നല്ല സോഫ്റ്റും ആയിരിക്കും. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒത്തിരി നേരം എണ്ണയിലൊന്നും ഇട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കമൻസൊക്കെ നമ്മളൊന്ന് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.